ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഗോപൻ സ്വാമിയുടെ സമാധി, അതാണിപ്പോൾ നമ്മുടെ കേരളത്തിൽ ചർച്ച എന്ന് പറയുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, അതായത് ബോച്ചയുടെ വിഷയത്തിനോടൊപ്പം തന്നെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധി. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അപ്പോൾ ഇന്ന് വളരെയധികം ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളും കൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതായത് ഗോപൻ സ്വാമിയുടെ സഹോദരിയായിട്ടുള്ള തങ്കമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ച ഗോപൻ സ്വാമിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ഈ തങ്കമ്മ എന്ന് പറയുന്ന ഒരു ചേച്ചി പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഈ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല, ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല. എന്റെ അണ്ണൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് മക്കള് അംഗീകരിച്ച് ഇന്ന് മുൻപോട്ട് പോകുന്നത്. അതാണ് സത്യം. ഇതിൽ ഒരു ദുരൂഹതയും ഇല്ല. ഇല്ല, ഒരു ദുരൂഹതയും ഇല്ല. ഞങ്ങൾക്ക് പോലും എന്റെ അണ്ണൻ മരിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആരടുത്തും ഒരു വാക്ക് പറയാത്തത് കൊണ്ടുള്ള വിഷമം ഞങ്ങൾക്ക് ഇന്നുണ്ട്. അത്രേ ഉള്ളൂ. ഗോപൻ സ്വാമി സമാധിയാവുമെന്ന് നേരത്തെ നിങ്ങൾ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു? നമ്മള് എന്റെ കൂടെയൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെയൊന്നും അറിയിച്ചിട്ടില്ല. കൊച്ചുകാലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ണന്റെ കുട്ടിക്കാലത്ത്. കാരണം നമ്മൾ കളിച്ചു വിളയാടുന്ന സമയത്തൊക്കെ എന്റെ അച്ഛന്റെ അച്ഛൻ മരത്തോമലയിൽ സ്വാമിയായി സമാധിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ട് എന്റെ അച്ഛൻ അണ്ണന്റെ കൂടി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അണ്ണൻ ഒരാഗ്രഹം, അപ്പോഴേ ഒരാഗ്രഹം. അങ്ങനത്തെ ഒരു രീതിയിലാണ് എന്റെ അണ്ണൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി കോവിലിൽ പോവുകയും ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ശിവഭഗവാൻ. എന്തായാലും നമ്മുടെ ഗോപൻ സ്വാമിയുടെ പെങ്ങളായിട്ടുള്ള തങ്കമ്മ എന്നുള്ള ചേച്ചി പറയുന്നത്, കുഞ്ഞിലേ മുതൽ ഈ ഗോപൻ സ്വാമിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ സമാധി ഇരിക്കണമെന്നും, അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനൊരു ആഗ്രഹം കുഞ്ഞിലേ തൊട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ചേച്ചി ഈ ഒരു സഹോദരി പറയുന്നത്. അതോടൊപ്പം തന്നെ 30 വർഷം മുന്നേ ഈ ഒരു കല്ലറ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു കല്ലറ ഇതിനു വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. ഇതുപോലെ പുള്ളി ഏതെങ്കിലും കാലത്ത് മരിക്കുകയാണെങ്കിൽ അത് സമാധിയായിട്ടായിരിക്കും എന്നുള്ളത് പുള്ളി നേരത്തെ തീരുമാനിച്ചിരിക്കുന്നതാണെന്നാണ് ഈ ഒരു പെങ്ങൾ പറയുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പെങ്ങള് ആയിട്ട് ഈ ഒരു ഗോപൻ സ്വാമി പിണങ്ങിയിരുന്നിട്ട് ഏകദേശം ഒരു 4-5 വർഷമായി തിരക്കോ അന്വേഷിക്കോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചേച്ചി, അതായത് സഹോദരി പറയുന്ന വളരെ ഒരു സങ്കടകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. അതുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. 4 വർഷമായി ഗോപൻ സ്വാമിയുമായി പിണങ്ങിക്കഴിയുകയാണെങ്കിലും ഗോപൻ സ്വാമിയെ കുറിച്ച് പറയുവാൻ നല്ല വാക്കുകൾ മാത്രമേ തങ്കമ്മ ചേച്ചിക്കുള്ളൂ. പിണക്കമായിട്ട് ഞങ്ങൾക്കില്ല, വരവില്ല. അണ്ണ എന്തോ പിന്നെ ഞാൻ എന്തെന്ന് അറിയാൻ പാടില്ല, വരയില്ല, ഞാനും പോകില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ പറഞ്ഞ സംസാരമോ ഒന്നുമേ ഞങ്ങളുടെ ഇടയിലില്ല. 4 വർഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടത് എന്റെ അണ്ണൻ മരിച്ച പോസ്റ്റർ ഒട്ടിച്ച് TV വഴിയാണ് ഞാൻ എന്റെ അണ്ണന്റെ മുഖം കണ്ടത്. എന്നിട്ട് ഇപ്പൊ വീട്ടിൽ പോയിരുന്നു? ഞാൻ പോയില്ല. എന്തുകൊണ്ട് പോവാത്ത? പോണം. എനിക്ക് BP ഒക്കെ ഉണ്ട്. വിഷമം വിഷമം വരുമ്പോഴത്തേക്ക് എനിക്ക് തല ചുറ്റും കണ്ണിൽ ഇരുട്ടൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. എന്റെ അണ്ണനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു മനസ്സിന് വിഷമം. എങ്കിലും എന്റെ അണ്ണൻ സത്യമായിട്ട് ഇത് പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ എന്നുള്ള മനസ്സിന് എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പൊ ഒന്നും അറിയാത്ത എന്റെ മക്കളാണ്, എന്റെ അണ്ണന്റെ മക്കളാണ് ഈ ദുരൂഹ കഥയിൽ വേദനിച്ച് കഴിയുന്നത്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇത് സത്യമായ കാര്യമാണ്. എന്റെ അണ്ണന്റെ കൂടി അണ്ണന്റെ മക്കളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗോപൻ സ്വാമിയുടെ സഹോദരിയായിട്ടുള്ള തങ്കമ്മ എന്ന് പറയുന്ന ആ ഒരു ചേച്ചി പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? 4-5 വർഷമായിട്ട് ഈ ഒരു സഹോദരനുമായിട്ട് എന്താ പറയുക, ഒരു സഹകരണം ഇല്ലാതിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം ഇങ്ങനെ സമാധിയായി എന്നുള്ളൊരു വാർത്ത TV-യിലും അതുപോലെ പോസ്റ്ററൊക്കെ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് അറിയാമായിരുന്നു, നേരത്തെ തൊട്ട് ഇങ്ങനെ പറയുമായിരുന്നു എന്ന്, ഇദ്ദേഹം മരിക്കുവാണെങ്കിൽ അത് സമാധി ഇരുന്നിട്ടായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതുവരെ ഈ സഹോദരി ഇത്ര സ്നേഹത്തോടെ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ ആ ഒരു വീട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ ദുരൂഹതകളാണല്ലേ. എന്താ പറയുക, ഇപ്പോൾ സഹോദരി പറയുന്ന വാക്കുകൾ കേട്ടില്ലേ, കുഞ്ഞിലേ മുതൽ പറയുമായിരുന്നു ഇങ്ങനെ സമാധി ഇരിക്കണം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു അമ്പലമൊക്കെ അവർ പണിതിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു ദുരൂഹത തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് ശരിക്കും ആ ഒരു മനുഷ്യൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പോകുന്നു. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, വരും ദിവസങ്ങളിൽ ഒന്നല്ലെങ്കിൽ നാളെയോ അല്ല മറ്റന്നാളോ ആയിട്ട് ഈ ഒരു കല്ലറ പൊളിക്കും. അതിൽ യാതൊരു സംശയമില്ല. അതിനിപ്പോൾ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും, അത് എത്ര സംഘർഷം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ ഒരു കല്ലറ പൊളിക്കുക തന്നെ ചെയ്യും. കാരണം അത് അങ്ങനെ തന്നെ ചെയ്യണം.
അതിന് സത്യാവസ്ഥ പുറത്ത് വരണം. അദ്ദേഹം എങ്ങനെ അദ്ദേഹം മരിച്ചു അല്ലെങ്കിൽ അത് എന്താണ്, ഇപ്പോൾ കോടതി തന്നെ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മരിച്ചതിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അമ്മയ്ക്കും മക്കൾക്കും മറുപടി ഇല്ല. കാരണം അങ്ങനെയൊന്നും ഇല്ല. ഇവർ തന്നെ അദ്ദേഹത്തിന് സമാധി കൊണ്ട് ഇരുത്തി അവർ കർമ്മങ്ങളെല്ലാം ചെയ്തു. ഒറ്റ മനുഷ്യരെ പോലും ഇത് കാണിച്ചിട്ടില്ല, അറിയിച്ചിട്ടില്ല. അതിലൊക്കെ തന്നെ ദുരൂഹതയുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നിയമവും വ്യവസ്ഥകളും ഒക്കെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും അവർക്ക് തോന്നുന്ന രീതിയിൽ അത് ആ ഒരു സമാധി ഇരുത്തിയതാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആ ഒരു സമാധി ഇരുത്തി ആ ഒരു കല്ലറ പൊളിക്കണം. എന്താണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മരണ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുക തന്നെ വേണം. എന്തായാലും ഞാനും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.